ഒരു ചിലങ്കയെക്കുറിച്ചാണ്. സ്വാഭാവികമായും ഒരു കലോത്സവം, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയല്ലേ ചിലങ്ക. ആര് ചെയ്ത സ്റ്റോറിയാണത്? നമ്മുടെ വർഷ ചെയ്ത സ്റ്റോറിയാണ്. അപ്പോൾ ചിലങ്ക ഈ കലോത്സവം ഒന്ന് കണ്ടിട്ട് വിലയിരുത്തുകയാണ്. ചിലങ്ക കണ്ട കലോത്സവത്തിലേക്ക്. ഓ, ഓട്ടോ ചേട്ടനെ കിട്ടിയത് കൊണ്ട് ഫ്രീ ആയി പെട്ടെന്ന് ഇങ്ങനെ 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് കലോത്സവം നടക്കുന്നത്. എന്താ ഏതാ എങ്ങനെ ഞാനും ഒന്ന് നടന്നു നോക്കട്ടെ. സംഗതികളൊക്കെ കളറാണല്ലോ. അല്ലേലും കലോത്സവമല്ലേ, കൊല്ലത്തല്ലേ, അങ്ങനെ വേണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കാലമായി ഞാൻ ഈ കലോത്സവ വേദികൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഞാനൊന്ന് ആഞ്ഞു ചവിട്ടിയ നിശബ്ദമാക്കാത്ത ഏത് സദസ്സാണുള്ളത്. ചെന്നൈസൊക്കെ ഏത് വേദിയിലാണോ എന്തോ. ഞാൻ എത്ര പൊട്ടിസ്കികൾ കണ്ടിട്ടുണ്ടെന്നോ. സങ്കടങ്ങളാണ് ഏറെയും. കലോത്സവ നഗരി സന്തോഷങ്ങളും സങ്കടങ്ങളും ഇടകലർന്നൊഴുകിയപ്പം മത്സരാർത്ഥികളുടെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് ആ പരാജയങ്ങൾക്ക് സാക്ഷി ഞാനും ഉണ്ടായിരുന്നു. അത് പോട്ടെ, ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. പഞ്ഞിമിഠായി അല്ലേ അത്? ഒന്ന് വാങ്ങി കഴിച്ചു നോക്കാം. കഴിഞ്ഞ തവണ കോഴിക്കോട്ട് ഉപ്പിലിട്ടതും ഐശ്വര്യതയും ബിരിയാണിയും ഒക്കെയായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഇനി കണ്ടുപിടിക്കണം. കൊല്ലത്തുകാരെന്തായാലും കലോത്സവത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ചേച്ചിമാരെല്ലാം ആ കലോത്സവ ലഹരിയിലാണ്. അയ്യോ, നടന്നു ക്ഷീണിച്ചു. ഒന്നിരിക്കട്ടെ. പക്ഷേടാ, എന്നാലും ഈ ചെണ്ടയും മദ്ദളവും ഇടക്കയും എല്ലാം ഇത് എവിടെ പോയി? നിങ്ങളെന്തായാലും ഇതൊക്കെ കണ്ട് ഇവിടെ ഇരി. ഞാൻ ആ വേദി ഒന്നിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിലക കാത്തിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തേച്ചു വരാം. ഞങ്ങളുടെ ഗെറ്റുഗതറാണേ, കണ്ടില്ലാൽ മോശമല്ലേ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.